ഞങ്ങള് കോമഡി പറയും, അപ്പൊ ചിരിച്ചാ മതി കേട്ടോ. സ്ലാങ് പറയും അപ്പൊ കേട്ടാ മതി, സ്ലാങ് കാണിക്കും അപ്പൊ കണ്ടാ മതി. ചേച്ചിയാണ്, പ്രായമുണ്ട്, പക്ഷെ ചേച്ചിനെ വിളിക്കണം അപ്പൊ ശരിയല്ലേ? മാമി ഗൈസ് കൺഗ്രാചുലേഷൻസ്. ഞാൻ ടീസർ കണ്ടിരുന്നു, നല്ല ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കലാപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരും. അടുത്ത കലാചോദ്യമാണ്. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴിൽ വെച്ച് തരും. ഉജ്വലിനെ പറ്റിട്ട് നമ്മൾ ഭയങ്കര കലാപരമായ ചോദ്യങ്ങള് തീർച്ചയായിട്ടും പറയാം. കാരണം ഒരാളെ പറ്റി തരും. എനിക്ക് തന്നെ പറയാൻ പറ്റും, ഞാൻ നല്ല ആംഗിളാണ്, ഞാൻ അങ്ങനെയാണ്. എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. എന്നിലെ കലാകാരി അങ്ങനെ കടന്നൊക്കെ ചിന്തിക്കും ഞാൻ ചേട്ടാ. ഏത് കലയാന്ന് കൂടെ പറ. കലയ്ക്ക് ജാതിയില്ല മതമില്ല പേരിലൊന്നുമില്ല. കൂടിയ സാധനമാണ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ആരാണ്? രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ധ്യാൻ ശ്രീനിവാസനാണ്. അന്ന് രജനീകാന്തിന് ഒരു റൂം ടൂർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് ഇൻസൈഡ് ദ റൂം. കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. മൈ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഇന്ന് ഇവിടെ വെച്ച് ഇവിടെ സംഭവിച്ചിട്ട് അല്ലേ? ഫസ്റ്റ് കിസ് ഗേൾഫ്രണ്ട് ആവണമെന്നൊന്നുമില്ല. എന്നോട് ക്ലെവർ ആയിട്ട് ഉത്തരം പറയും. ഇബ്രാഹിം ഞാൻ എയറിലായിരുന്നു. ഒരു കാര്യമില്ല, ഞാൻ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ Hi guys, this is me Meenakshi Sudhir in Movie World Media and എന്നോടൊപ്പം അതിന്റെ ഇൻട്രോ പറയുമ്പോൾ തന്നെ ചിരിക്കണേ. അവര് ചിരിക്കും, എവിടെ ചിരിക്കണം കരയണം ഒന്നും അറിയാത്ത ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. ഞങ്ങള് കോമഡി പറയും, അപ്പൊ ചിരിച്ചാ മതി കേട്ടോ. ഞാൻ എന്റെ ഇൻട്രോ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു. അപ്പം കാര്യങ്ങളൊക്കെ എന്താ എത്ര വയസ്സുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് അല്ല, അഡ്ജസ്റ്റ് ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ആദ്യം ഗസ് ചെയ്യണം. 26. ഓക്കെ 25. ഇല്ലില്ല, നമുക്ക് പ്രായമില്ല. ചേച്ചി വിളിക്കേണ്ടി വരും. വേണ്ട. എത്ര 18 അയ്യോ അപ്പൊ ചേച്ചി 21. ആർക്ക് 21? പിന്നെ അല്ലല്ലേ ഇവന്റെ കയ്യില് ആധാർ കാണിക്കും എന്നാ വിശ്വസിക്കും. ഫോട്ടോ കാണിക്കത്തില്ല. അതെന്ത് പണിയാ? അല്ല, ആധാറിന്റെ ഫോട്ടോ കാണിക്കത്തില്ല. ആധാറിന്റെ ഫോട്ടോ കാണിക്കത്തില്ല. അല്ല, നല്ല ഫോട്ടോ. ആധാറിന്റെ ഫോട്ടോ ഫോട്ടോ അല്ല എനിക്ക് കാണണ്ടേ, ലൈസൻസ് കാണിച്ചാൽ 21 വയസ്സുള്ളൂ. 25 സത്യം ഞാനവിടെ 35 വയസ്സ് ഏജ് നോക്ക് 2000 നോക്ക്. അയ്യോ എന്റെ അനിയന്റെ പ്രായമുള്ളൂ. അനിയ ഗംഭീര ഫോട്ടോ കേട്ടോ. ഇതാണ് അവന്റെ നല്ല ഫോട്ടോ കേട്ടോ. ഇതാണ് നല്ല നിനക്ക് എന്തിനാ എത്ര ദേഷ്യം? പഞ്ചടിച്ച അപ്പൊ ഇത് പ്രത്യേകിച്ചുള്ള ഇൻട്രോ ഒന്നും ഞാൻ പറയുന്നില്ല. ധ്യാൻ ചേട്ടനുണ്ട്, സിജു ചേട്ടനുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഫാന്റാസ്റ്റിക് ഫോർ അമീൻ, നിഹാൽ, നിബ്രാസ് ആൻഡ് ഷഹബാസ് ഉണ്ട്. വെൽക്കം. നേരെ പുറത്തുനിന്ന് പേര് പഠിപ്പിച്ച് കിട്ടല്ലേ? അല്ലല്ല പുറത്തുനിന്ന് എങ്ങനെ അറിയാമോ? പേര് പറഞ്ഞേ. അല്ല, എനിക്ക് ഇവര് പേര് സ്പെല്ല് ചെയ്യുന്ന എങ്ങനെയാന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഒന്ന് മീറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പോയിട്ട് ആ ഒരു പ്രൊനൗൺസിയേഷൻ ഒന്ന് ചോദിച്ചു പഠിച്ചു. അല്ലെ, ആസ് എൻ ആങ്കർ അത് കറക്റ്റ് പറയണ്ടേ? അല്ല, സമയമെടുത്തല്ലോ ഇപ്പോഴും പറയാൻ അറിയില്ല. വെൽക്കം. താങ്ക് യു. ചേച്ചിയാണ്, പ്രായമുണ്ട്, പക്ഷെ ചേച്ചിനെ വിളിക്കണം അപ്പൊ ശരിയല്ലേ? ഓക്കെ, എന്തായാലും മാമി
ഇവര് രണ്ട് ടീമായിട്ടാണ് ഇരിക്കുന്നത്. എന്തിനെ പറ്റി സംസാരിക്കാൻ? നമ്മുടെ ഏറ്റവും പുതിയ സിനിമയായ അതെ, സിനിമ പ്രൊമോട്ട് ചെയ്യണ്ടേ? പറയാണ് ഇവിടെ വന്നതിന് എന്താന്ന് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയാ ഓർമ്മ വരും. ഡിറ്റക്റ്റീവ് ഉജ്വലന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ടാണ്. സോ ഗൈസ്, കൺഗ്രാചുലേഷൻസ്. ഞാൻ ടീസർ കണ്ടിരുന്നു, നല്ല ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. അപ്പം ഫ്രം ദ മേക്കേഴ്സ് മാത്രമാണ് അതൊന്നും എപ്പോഴെങ്കിലും നന്നാവും. എല്ലാരും പറയുന്നു ധ്യാൻ ശ്രീനിവാസൻ 2.0 2.0 പൊക്കിയിട്ട് താഴെ Let me start right from there. ആളുകളെങ്കിലും പറയാതിരിക്കാൻ നമ്മളിവിടെ സത്യസന്ധമായിട്ട് കറക്റ്റ് പറയണം. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ക്ലാസ്സിലൊക്കെ പുതിയ, ഇപ്പൊ ഞാൻ 2ാം ക്ലാസ്സിൽ നിന്ന് ഞാൻ 3ാം ക്ലാസ്സിലേക്ക് ആകുമ്പോൾ ഞാൻ ഓർക്കും ഇതൊരു പുതിയ തുടക്കം. ഞാൻ 2ാം ക്ലാസ് പഠിച്ചത് 2007. 3ാം ക്ലാസ്സിൽ നിന്ന് എത്ര ക്ലാസ്സിൽ പോയി? 4ാം ക്ലാസ്സിലേക്ക്. എനിക്ക് ഇന്ന് വരെ ഒരു സപ്ലി പോലും അടിച്ചിട്ടില്ല. 4ാം ക്ലാസ്സിൽ ഡിഗ്രിക്ക് നന്നായി പഠിക്കണ കുട്ടിയാ. എന്നിട്ട് എന്താ ഈ ഫീൽഡ് പഠിക്കുന്നതിനെ ജോലിക്ക് പോകൂടെ? അല്ല, നമുക്ക് കലാപരമായിട്ടാണ് കഴിവുകൾ കൂടുതൽ. ഇത് കഴിവും കലയുടെ ഞാൻ ചോദിക്കട്ടെ, ആര് ഇന്റർവ്യൂ ചെയ്യണം? ഇപ്പൊ ചോദിക്കുന്നതിൽ കലയുടെ ഞങ്ങൾ ഈ കച്ചറ പിള്ളേരെ ഞങ്ങൾ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ അവന്റെ സംശയം വാലിഡാണ്. കലാപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരും. ആരുണ്ടാക്കി തരുന്നോ കലാപരം? എന്റെ ഉള്ളിൽ നിന്ന് കലാകാരന്മാരല്ല. അങ്ങനെ പറയരുത്. ഇവര് ഞാൻ ചേട്ടാ, ഈ അറ്റത്തിരിക്കുന്ന 4 നിങ്ങൾ ഓൾറെഡി സ്റ്റാർസ് ആണ്. ഇവരുടെ ഒരു ഫാൻ പവർ അത് നിങ്ങൾക്ക് അറിയുമോ? ഭയങ്കര ഫാനാ ഇവർക്ക്. 4 പേര്. ഞാനല്ല, ആ സമയത്ത് ഇവള് കലാപരമായ പരിപാടിക്ക് കലാപരമായ വാസനകൾ വികസിപ്പിക്കാൻ പോകും. ഒന്നും കാണുമല്ലോ. ഞാൻ ഫാനല്ല, പക്ഷേ ഭയങ്കര ഫാൻ. അല്ല, ഇവർക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട് കേരളത്തിൽ. അല്ല, അതല്ലേ ആദ്യം പറഞ്ഞത്, നിങ്ങൾ 2 സ്റ്റാർസ് ആണ്. അവരെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിവേ, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ധ്യാൻ ശ്രീനിവാസൻ 2.0 പറ്റി. ഇല്ല, അങ്ങനെ വിടരുത്.